ഫ്ലക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇവിടെ മറ്റൊരു വീട്ടിലെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തമ്മിലായിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുന്നത് ലൈക്ക് ഫ്രൈഡ് ഐസ്ക്രീം ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നീട് കഴിഞ്ഞ വീഡിയോ ചിക്കൻ മോമോസ് എല്ലാവരും കണ്ടായിരിക്കുമല്ലോ, അല്ലെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കാണണം കേട്ടോ, ലൈക്ക് അടിക്കണേ. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീഡിയോസ് മാക്സിമം ഷോർട്ട് ആക്കിയാണ് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് മെയിൻ കണ്ടിട്ട് മാത്രം ഉൾപ്പെടുത്തി ഷോർട്ട് ആക്കി ഫാസ്റ്റ് ആക്കിയാണ് എല്ലാവരെയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞാൻ നോക്കുന്നത്. അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് അടിക്കണം. പിന്നെ പുതിയ ഫോർമാറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനല്. പിന്നെ ഇന്നത്തെ ഫ്രൈഡ് ഐസ്ക്രീമിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ മേടിച്ച് വെച്ചിട്ടില്ല കേട്ടോ. അത് നമുക്ക് ഒന്നിച്ചു പോയിട്ട് സാധനങ്ങളെല്ലാം മേടിക്കാവുന്നത്. അപ്പൊ ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് മേടിക്കാൻ ഒന്നിച്ചു പോകാം. ഹലോ, ഞാൻ തിരിച്ചെത്തി. സാധനങ്ങളൊക്കെ വേണ്ടതെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വാനില ഐസ്ക്രീം മേടിച്ചു. ഇത് വലിയ പാക്കുള്ളത് 2 ലിറ്ററിന്റെ ആണ്. ശരിക്കും ഇത്രയൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ. ഇതിന് ഞങ്ങൾക്ക് കഴിക്കാനും കൂടെ വേണ്ടി മേടിച്ചതാണ്. അപ്പം അമുലിന്റെ ആണ് മേടിച്ചിരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ വേറെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാല് കോൺഫ്ലെക്സ് ആണ്. ഇത് ഹണിയുടെ കോൺഫ്ലെക്സ് ആട്ടോ ശരിക്കും വേണ്ടത്. പക്ഷെ എനിക്ക് ഇത് ഷോപ്പില് ഹണിയുടെ കോൺഫ്ലെക്സ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പ്ലെയിൻ കോൺഫ്ലെക്സ് എടുത്തേ. അപ്പൊ നിങ്ങൾ മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹണിയുടെ ഉണ്ടെങ്കിൽ ഹണിയുടെ കോൺഫ്ലെക്സ് എടുക്കണം കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നമ്മൾ മേടിച്ച അമുൽ ഐസ്ക്രീമിൽ നിന്ന് ഒരു സ്കൂപ്പ് എടുത്ത് നല്ല ബോൾ പോലെ ഉരുട്ടി ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തണുപ്പ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കയ്യിലൊരു കവർ ഇട്ടിട്ട് ഇതുപോലെ നല്ലപോലെ ഉരുട്ടിയിട്ട് നമുക്കൊരു 4 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് ഐസ്ക്രീമിന്റെ സെക്കൻഡ് കോട്ടിംഗ് റെഡിയാക്കാം. അതിനായി നമ്മൾ മേടിച്ച് വെച്ച കോൺഫ്ലെക്സ് എടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഫസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. 2 സ്പൂൺ മൈദയും 1 സ്പൂൺ കോൺഫ്ലവറും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെച്ച ഐസ്ക്രീം എടുത്ത് ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് കോൺഫ്ലെക്സ് കോട്ടിംഗ് ആയിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇത് വേഗം മെൽറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രോസസ്സ് തീർത്തിട്ട് ഒരു 3 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഐസ്ക്രീം ഒക്കെ ഇവിടെ നല്ലപോലെ ഫ്രീസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐസ്ക്രീം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ ഐസ്ക്രീം ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10-15 സെക്കൻഡ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിന്റെ മുകളിലത്തെ കോട്ടിംഗ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നല്ല ചൂടും തണുപ്പും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഫ്രൈഡ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഈ റെസിപ്പി വേഗം കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കമന്റ്സിലൂടെ അറിയിക്കണം. അമ്മാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അമ്മാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചേക്കണേ. അപ്പം മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.